ക്യാമ എവിടെ ഇടണേ? മോസ്റ്റ് ക്യാമൊക്കെ ഞാൻ നിൽക്കുന്ന ഈ ആംഗിളിലാണോ വരുന്നത്? ക്യാമറ മേളിലോട്ട് വെക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ ഇവിടെ വെക്കാവേ. ചാറ്റ് വെക്കല്ലേ? ഇല്ല ഇല്ല ഇല്ല, ചാറ്റോ ശരി. ലൈവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചാറ്റ് വെക്കാവേ. Ladies and gentlemen, you are not ready for this. ക്വാളിറ്റി ഒക്കെ ഓക്കെ. അമ്മോ അമ്മോ അമ്മച്ചി രോഗം കേട്ടാ. But the demons still answer. Every step forward make the picture more cancer. I don't chase peace, I make chaos surrender. Built from the fire, I was forged to an animal and रहमान डकैत की दी हुई मौत बड़ी कसाई नुमा होती है. ചുമ്മാ ഒന്ന് കണ്ടേ ചെയ്ത കൊണ്ടുപോകണം കയറിയെടുത്ത് കൊണ്ടുപോകണം. ഒറ്റ എടാ കൈ പൊക്കി കൊണ്ടുപോയാടാ. എന്താ പറയാ വന്നിട്ട് ബ്രോ ഒന്ന് ഇടിച്ചിട്ട് സോറി എന്ന് പറഞ്ഞോടാ ബ്രോ. ഇതൊക്കെ തെറ്റല്ലേ ബ്രോ? എന്റെ ഇടിച്ചില്ല ബ്രോ. ബ്രോ ഇടിച്ചില്ല ബ്രോ. ഇടിച്ചിട്ട് മറ്റേ പിന്നെ നീ വണ്ടി നിർത്തിയേ? വണ്ടിയല്ലേ വെറുതെ നിർത്തിയാണോ ബ്രോ? രാവിലെ കുണച്ചിട്ട് പോയായിരുന്നു, പക്ഷെ നമ്മൾ അറിയത്തില്ല ആരാണ്. അല്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ കാലിന് വല്ല റെഡ് സാധനം ഇട്ടുണ്ടോ? കോടാ ഏത് കണ്ടിയാണ് അടിക്കല്ലേ? വരുത്തൊന്നുമില്ല. നോക്കാടാ ജസ്റ്റ്. ഇല്ലില്ല അവൻ പോയി. ഇല്ലില്ല വണ്ടി What have you done? Why are they laughing at you? try hard or try hard. I know you did something. That's why they are so frustrated. കൊടിയേറ്റം ലീഡറിനെ അവർ തൂക്കിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും. ചെലക്കല്ലേ നിനക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. 5 മിനിറ്റ് ആയിട്ടാ. 5 മിനിറ്റ് ആയിട്ടാ. BGM സെലക്ഷൻ ഒക്കെ BGM സെലക്ഷൻ ഒക്കെ നീ ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ മോളെ. നീ എത്ര കാലമായടാ. നീ ഇപ്പോഴും മനസ്സിലാക്കണം, നമ്മളത്ര വളരുമ്പോ നീ വാ കേട്ടോ. നമുക്ക് ഓർച്ച എടുക്കാൻ അറിയത്തില്ലല്ലേ? എന്റെ അമ്മച്ചി
അടിക്കടി കൊണക്ക് കൊണ. അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലത്തിന്. എപ്പോഴാണ് നീ അടിച്ചു മലത്തി ഒന്ന് പറഞ്ഞാക്കാതെന്ന്. തീട്ടങ്ങളെ അടിച്ചിട്ട് അവരുടെ പോയി മെസ്സ് അടിച്ചതുപോലെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കണം. നീ ആരാണ് നിന്റെ വിചാരം? ബാക്കി കിട്ടിയോ വായില്? വായി കിട്ടിയത് കണ്ടടാ, കണ്ടോ? ലോബി മാറി ബ്രോ, ലോബി മാറി. എന്താ പല്ലൊക്കെ തെറിച്ചു എന്താ? ചുമ്മാ മതകളൊക്കെ ഒന്നരൊക്കെ വന്നിട്ട് ചുമ്മാ കാണാ. അവന്റെ 5ാം കളി മറ്റേ സ്കേറ്റ് പാർക്ക് തീരെയും മത്സരം ഒന്ന് നിർത്തിപ്പോ. എന്തോ പറഞ്ഞായിരുന്നല്ലോ, ദേ ഇവിടെ നിൽക്കുന്നില്ലേ? നീ അവിടെ ഇരുന്ന് നോക്കട്ടെ. നീ അവിടെ ഹലോ ഹലോ, റെഡിയിലിരുത്തി ആരെങ്കിലും ഒരാളെ റെഡി കയറി സംസാരിക്കാൻ പറഞ്ഞു. ബ്രോ അപ്പൊ അവരടിച്ചാൽ ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. എന്തായാലും നമ്മുടെ ചെറുക്കനെ കൊന്നിട്ട് വിടത്തുള്ളൂ. ഞങ്ങൾക്ക് പക്ഷേ ടർഫുണ്ട്. ആ ടർഫ് കഴിഞ്ഞിട്ട് ഫ്രീ വാർ നമുക്ക് ഇങ്ങനെ നമ്മളൊരു 10-12 വരെയൊക്കെ ഉള്ളൂ. എന്നിട്ട് നാളത്തേക്ക് ആക്കിയാലോ വാറും ഫ്രീ വാറും. എനിക്ക് അറിയില്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇവിടെ 24 hours വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാലോ, നാളെ കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, 24 hour ആണ് ഒരു സിറ്റുവേഷന്റെ ടൈം. ഒഫീഷ്യലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ വാറ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് എന്തൊക്കെ ഉള്ളത് തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ അത് ഡ്രോപ്പ്. ഞാൻ എന്താ സ്ഥലത്താ? ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുക, കണ്ടില്ല. വിളിക്കാവേ. ചന്ദ്ര അണ്ണൻ കയറുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഉടുപ്പൊക്കെ എടുത്തോട്ട് ഇതൊക്കെ കൊണ്ടുവന്നാ അണ്ണൻ കയറുന്നുണ്ട്. Step aside, mother. I said 23 over 93. You just set me free. VIP walking easily with some cash on me. No PG, Dr. Miller Lee, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. അണ്ണനെ കണ്ട പഠിക്കാൻ ആളുണ്ടോ? എനിക്ക് ആളുണ്ടോന്ന് അറിഞ്ഞൂടാ. അത് ഞാൻ വന്നതേ ഉള്ളൂ. വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ അടിയുണ്ടെന്ന്. നമ്മൾ 4 പേരുണ്ട്. 25 ഇല്ല. എടാ ജയിച്ചു തോറ്റൊന്നും നോക്കണ്ട. ഹലോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോയതാ. അപ്പൊ നമുക്കത് വേറെ ദിവസത്തേക്ക് മാറ്റണ്ട. ജയിച്ചാലും തോറ്റാലും ഇന്ന് തന്നെ ചോദിച്ചങ്ങ് തീർക്കാം. ഇപ്പൊ എന്താ പ്ലാൻ? എന്താണ് പ്ലാൻ? എന്താ ഉള്ളവരെ വെച്ച് അടിക്കാം. ഇല്ല, നമുക്ക് ഇന്ന് ഉള്ളവരെ വെച്ചിട്ട് ഇത് ചെയ്യാം. കണ്ടിന്യൂ, കുഴപ്പമില്ല. കോംപ്ലിക്കേറ്റ് ആക്കണ്ട. വാസന വരുമ്പോ ഒരു ഓറ തന്നെ. എന്ത് വെച്ചടാ മക്കളെ, കളിക്കാൻ പറ്റിയില്ല ഈ തവണ. ഇവനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ഉള്ള കണ്ടി. ഓഹോ, വയ്യാണ്ടായില്ലേ? പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചു. ശരിക്കും I wanted to save Gotham. I failed. Why do we force? So that we can learn to pick ourselves up. I'm not as strong as you. No. You're stronger.
വരവ്. വയനാട്ടിൽ പാവം കുടിയേറ്റക്കാരോട് കാണിച്ച ചെറ്റത്തരമല്ലോ ഇവിടെ ഈ ഇടവകയിൽ ഇറക്കിയ ഗാർബേജ് ഇവരെയൊക്കെ ഇറക്കിയ നാല് ആൺമക്കളല്ലേ അവിടെ 500 എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ. നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. സ്കൂൾ മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവനാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടില്ല. അതെന്താടാ പെയിൻ കില്ലർ വാങ്ങിച്ചു വെച്ചു. ഇതിലും ഡോസില ഞാൻ എഴുതുന്നുണ്ട്. അവൻ ഐജനെ കാണിച്ചു. അവൻ എന്തുവാ ഡൗൺ 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 ഡൗൺ. ഇല്ലല്ലോ അത്. ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് കറക്കി അങ്ങിടുന്നു. ഓടി ഓടി വരണവന്മാര് അത് സാധനം കേട്ടാ. അത് ഇവനെ മാത്രം മനസ്സിൽ വിളിച്ചിട്ടുണ്ട്. നീ കണ്ടതെന്താണെന്ന് പറ. ഞാൻ കണ്ടിട്ടുണ്ട്. മരണം അവന്റെ കൺമുന്നിൽ വന്ന് നിന്നപ്പോ കത്തിയായി മാറി നിന്നവൻ. നിന്നെ പോലുള്ള മൊണ്ണ ലീഡർ അല്ലടാ നമുക്കുള്ളത്. മാറ്റി നിർത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലല്ല മാറ്റിക്കോ ബ്രോ. ഇനിയിപ്പോ വേറെ ഈ കരച്ചിലേക്കാൻ വയ്യ ഞങ്ങൾക്ക്. എടാ സ്റ്റീവേ അമ്മമാര് ഭയങ്കര കരച്ചിലടാ കിടന്നത്. നീ ഇറങ്ങിക്കൊടാ സ്റ്റീവേ. അമ്മമാരെ കരച്ചിലേക്കാൻ വയ്യടാ. നീ ഇറങ്ങിക്കൊടു. നീ പണ്ടൊരു കഥയുണ്ടാ സ്റ്റീവിന്റെ. അങ്ങനെ അത്രയോ പണ്ട് ആതിരപ്പള്ളി പ്രവേശനം നടത്തി പ്രകൃതിരമണിയെ പറമ്പിൽ വെച്ചാണ് ഞാൻ അവന്റെ കൊച്ചു പള്ളി പൊളിച്ചത്. വെള്ളത്തിനടി വെച്ച് അങ്ങനെയാണോ ഉണ്ടായത്? മനസ്സിലായ? അവൻ പോയതല്ലടാ പിന്നെന്തിനാ ചവിട്ടിയെ? അവൻ പോയതല്ലടാ പിന്നെന്തിനാടാ ചവിട്ടിയെ? മച്ചു ഇല്ലാത്ത ചുണ്ടിക്ക് ഇത്ര റിയാക്ഷൻ വേണോ? അത് കൊള്ളാൻ കേട്ടോ സാധനം. ആ പറമ്പ് വെച്ചാൽ ഞാൻ പന്നിയത്. കറക്കി അങ്ങിടുന്നു. ഓടി ഓടി വരണവന്മാര് കിടക്കണം മുന്നേ.
തോന്നിയാൽ, എല്ലാം നഷ്ടമായും തോന്നിയാൽ തല ഉയർത്തി നോക്കാം. ആ തീ അത് ഞാനാണ്. ഇന്ന് നിന്റെ അവസാനമാണ്. ഓക്കെ കൊമ്പ, ബൈ ബൈ. എനിക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേണം, എന്തൊക്കെ വേണം? നമ്മുടെ വണ്ടിന്റെയാ? നമ്മളെ വണ്ടിയുടെ മേളത്തെ ലൈറ്റ് വേണം ചന്ദ്രന്. ഞാൻ പറഞ്ഞ് നീ ഒന്ന് ഇളക്കിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. ബോസിന്റെ സീന്. നിന്റെ ഹെഡ്ലൈറ്റ് ഇല്ലാണ്ട് ഓടിച്ചു എനിക്ക്. അതുവരെ ചെയ്തില്ലേ? എന്റെ ഹെഡ്ലൈറ്റ് കോപ്പി അടിച്ച് എന്റെ വണ്ടിയിൽ നിന്ന് കോപ്പി അടിച്ച് ഹെഡ്ലൈറ്റ് വെച്ചോണ്ട് നടക്കുക. നാണയില്ലാത്തവന്മാര്. തല ഇടിച്ചേറ്റ് ചേട്ടാണ്. പാർക്ക് വീട് നോക്കി. നിനക്കൊക്കെ ഏതേലും POV നമ്മളെ ഈ സിറ്റി കയറിയിട്ട് നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്തേ കാണിക്കാണ്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മള് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ആനമുട്ട പുഴുങ്ങി തരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനയിറച്ചി പുഴുങ്ങിയതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ കണ്ടന്റ്. നിങ്ങൾ മരപ്പാലത്ത് കാണുന്നുണ്ടോ? ചേട്ടാ ഈ ചെറുപഴം ഉണ്ടാവില്ല. ഓ നമ്മളെപ്പോലും ചിരിച്ചോണ്ടിരിക്കണേ. ഒന്ന് മാറിയിട്ട് അപ്പുറത്ത് ഒറ്റയ്ക്ക് തിന്നു കഴിഞ്ഞാൽ ഗുണമൊക്കെ വരത്തുള്ളൂ. നാക്കൊക്കെ പുറത്തിട്ട് അയ്യോ ഡബ്ബിന്നൊക്കെ വീഡിയോ അയ്യോ അയ്യോ ബ്രോ, സോറി കേട്ടോ ബ്രോ. കുഴപ്പമൊന്നുമില്ല ബ്രോ, കുഴപ്പമില്ല. വണ്ടി ആവുമ്പോ താറാക്കോഴികൾ ചിരിക്കുന്നല്ലേ അവിടെ ഇരുന്ന് മുക്കിലിട്ട്. അല്ല നീ വണ്ടി എടുത്ത് കൊണ്ട് കേട്ടോ. കുറച്ച് വരും കേട്ടോ, കുറച്ച് വീണ്ടും വരും കേട്ടോ, വീണ്ടും വരും കേട്ടോ. പൊട്ടിരിക്കോ മനസ്സിലായാ? ചിരിക്കാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല സിറ്റിയില്. ഇതൊന്നല്ലേ എടാ ശരി സിനിമാറ്റിക് തന്നെ. നിർത്തി വായി വെച്ച നേരെ തിരിച്ചു വിട്ടു. നീ എന്തിനാടാ കുണയ്ക്കുന്നേ വെറുതെ? നീ ആരെന്നെ ഹോസ്റ്റ് എടുക്കാൻ? രണ്ടു വട്ടം അടിച്ച് തന്നെ ഹോസ്റ്റ് എടുക്കണോ? നീയല്ല നിന്നെ പോലെ 10 കൊമ്പൻ വന്നാൽ എന്നെ ദേഹത്തോടത്തില്ല, മനസ്സിലായടാ? ദേഹത്തോടത്തില്ല, എന്നെ തൊട്ട് ഞാൻ മനസ്സിലായില്ല. കൊടുക്കടാ കൊടുക്കടാ. പണ്ണിവിട് ഒരത്തി വണ്ടി ഇടിച്ചപ്പോ ഒരഞ്ഞു പോയി. ആ സാധനം ഒരഞ്ഞു പോയി വണ്ടി ഇടിച്ചപ്പോ. എത്ര നാളുണ്ട് ഉണ്ടാക്കണം? ഞാൻ കുറെ നാളെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ. എനിക്കറിയാം എന്റെ പിള്ളേർ എന്റെ കൂടെ എങ്ങനെയാ നിൽക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വാർ അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാണ്. നിന്റെയൊക്കെ പോലെ ആക്കിട്ട് പിടിച്ച റീഇൻട്രൊഡ്യൂസ് ചെയ്ത് മാസാക്കി കാണിച്ചു.
കണ്ണിൽ ചിക്കൻ കറി ഒഴിച്ചവന്റെ ഒക്കെ പാസ്റ്റ് ഒക്കെ എനിക്ക് ഇരുന്ന് പറയേണ്ടി വരും. നമ്മള് കുറെ കഥകൾ കേട്ടതാണ്. തൊടത്തില്ല കേട്ടോ, രോമത്തിൽ തൊടത്തില്ല. എന്നിട്ടാണ് അവന്റെ കൊണ അവൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. പെണ്ണാറ്റി ഡോമിനിക്ക് CBSE മെച്ചടിയൊക്കെ നിന്നെ മറ്റേ കൂടുതലാ ഉപ്പ് പിള്ളാടുത്ത് മതി. നമ്മ അടുത്തോണ്ടാ ചിരിക്കും. നീ മീറ്റിങ്ങിന് വരുമ്പോ നിന്നെ അവിടെ ചിരിക്കും. പറഞ്ഞായിരുന്നു ഊക്കർ വന്നാൽ നീയൊക്കെ മൂഞ്ചും. ഞാൻ വന്നിട്ടുണ്ടാ കണ്ട കഴിവേറി വീഡിയോ മാത്രമേ നടക്കുള്ളൂ. പലത്തിക്കളന്റെ പിള്ളേരാണ്. ഉക്കറിനൊക്കെ വന്നാ ഉക്കറും വാങ്ങും അടി. അത്രേ ഉള്ളൂ കേട്ടാ. വായി കിട്ടിയത് കണ്ടടാ. ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? ഇനി കുറയ്ക്ക് പോണ്ടല്ലോ. അവന്റെ അണ്ണാക്കി തോക്ക് തിരികെ എന്നെ തൊട്ടെന്നറിഞ്ഞ ഉറപ്പാണ്. നീയൊക്കെ കരുതി വെച്ച വാസന ഉറപ്പിച്ചു വെച്ചോ. എന്റെ അണ്ണന്മാരെയാണ് ചോദിക്കാൻ. ഇതിനുവേണ്ടിയാ വെയിറ്റ് ചെയ്തത്. എന്റെ പിള്ളേരെ തൊടുകണം. ഒമ്പോ ഒന്ന് അമ്മാരെ ഒന്ന് കേട്ടോ, ഒരു വാറടിക്കാതെ അമ്മാരെ മാനസിക തളർത്തി നടക്കണം ചേട്ടാ. എന്റെ അമ്മച്ചി ഇത്രയുള്ളൂ. ഇനിയുണ്ടല്ലോ 2 മിനിറ്റ്. നമ്മളെ കണ്ടാണ്ടിരിക്കാൻ നമ്മളങ്ങ് ചത്തുപോകല്ലോ. പിന്നെ ഇതെന്നെ മനസ്സുകൊണ്ട് നടക്കരുത്. നിന്റെ കയ്യിലാവന്മാരെ കിട്ടും. ചതച്ചേക്കണം. എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്? എത്ര ഫീൽ ചെയ്യുന്നറിയോ? എനിക്ക് പറയുന്നതിനൊരു പരിധിയൊക്കില്ല സാർ, എന്നാലും അങ്ങനെ പറഞ്ഞാൽ നീയൊക്കെ കളിച്ചത് ജഗത്താനോടാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവ്. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്?
ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. ഒന്നും പറയല്ല. ഇതെന്റെ അടുത്തൊന്നും ഒരുത്തനും അടർത്തിയെടുക്കാനാവില്ല സാർ. ഇതാണ് സാർ എന്റെ ബ്രാൻഡ്. ഇതെന്താടാ ഇത്? ഇത് കണ്ടന്റ് എന്ന് പറയാൻ പറ്റുമോ? എന്റെ അമ്മച്ചി ഇത് എന്ത് സാധനമല്ലേ ചെയ്തു വെച്ചേക്കുന്നത്? എന്റെ അമ്മോ, ഇത് എത്ര ഇത് വീണ്ടും റീവാച്ചബിൾ പോലെയാണോ ചെയ്ത് വെച്ചേക്കുന്നത്? വിഷയ സാധനം, സീരിയസ് ആയിട്ട് വിഷയ സാധനം. എന്റെ അമ്മച്ചി എടാ ഷൗട്ടെക്സ് എന്താടാ? എടാ നിനക്ക് എന്ത് പറ്റിയത്? നിനക്ക് എന്താ പറ്റിയത്? എന്റെ അമ്മച്ചി ജാതി കണ്ടന്റ്.